എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഓണാശംസകൾ ഞാൻ എല്ലാവർക്കും പറയുന്നു. ഇപ്പോൾ ഓണം വരാൻ പോവാണ്. അതുകൊണ്ട് എൻ്റെ ഈ ഇത് എപ്പിസോഡ് കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത് ജയൻ വിജയാസ് ആണ്. അദ്ദേഹത്തിൻ്റെ വക കൂടി ഓണാശംസകൾ ഞാൻ നിങ്ങൾക്ക് പറയുന്നു. അദ്ദേഹം നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നതും വീഡിയോ പലരിലേക്ക് ഇങ്ങനെ എത്തിക്കാൻ പറ്റുന്നതും അതിലൂടെ നമ്മൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാൻ പോവുകയാണ്. എന്താണ് ഓണം? അത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടി നമ്മൾ ഓണം ആഘോഷിക്കുന്നു? ഇത് ആഘോഷം മാത്രമല്ല, ഒരു ഈശ്വരനെ പ്രീതിപ്പെടുത്തൽ കൂടിയാണ്. ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വരനെ പ്രീതിപ്പെടുത്തൽ കൂടിയാണ്. അതിലൂടെ നമ്മളിലെ ഈശ്വരനെ ഉണർത്തൽ കൂടിയാണ്. ഇപ്പം നമ്മൾ 10 ദിവസം ഓണത്തിന് വേണ്ടിയിട്ട് ആഘോഷം വെക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് എന്താണ്? നമുക്ക് പ്രകൃതിയെ ഒരു ആരാധന കൂടിയാണ്. പ്രകൃതിക്കുള്ള ആരാധന കൂടിയാണിത്. പിന്നെ മഹാബലി എന്നൊരു രാജാവിനെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. ആ രാജാവിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്ന് നമ്മൾ പല രാജാക്കന്മാരെ പറ്റി, ധ്രുവൻ രാജാവായത്, അങ്ങനെ പല രാജാക്കന്മാരെ പറ്റി, ശ്രീരാമൻ്റെ രാമരാജ്യത്തെക്കുറിച്ചൊക്കെ പഠിച്ചു. അതുപോലൊരു രാജാവായിരുന്നു മഹാബലി. ആ മഹാബലിയെ കുറിച്ച് കൂടി നമ്മൾ ഓർക്കുകയാണ്. അപ്പം രാജധർമ്മം കൂടിയാണ് ഇതിൽ വരുന്നത്. അപ്പം അതൊക്കെയാണ് ഓണം എന്ന് പറയുന്നത്. ഈ 10 ദിവസം നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് പൂക്കളൊക്കെ ഒരുക്കുന്നുണ്ട് അല്ലേ? അത്തം മുതൽ നമ്മൾ 10 ദിവസം ഓണപ്പൂക്കളം ഇടുന്നു. അപ്പോൾ എന്താ അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ ആരാധിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അതിനു വേണ്ടി പൂക്കൾ നമ്മൾ നട്ട് വളർത്തുന്നു. നമ്മൾ ഓണത്തിന് പൂടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പൂക്കളൊക്കെ നിറയെ നട്ട് വളർത്തും. അങ്ങനെ പ്രകൃതിക്ക് നമ്മളൊരു എന്ത് ചെയ്യാണ്? പ്രകൃതിയെ നമ്മൾ ആരാധിക്കുക. അപ്പം നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ പൂക്കൾ കൊണ്ട് നമ്മുടെ മുറ്റം, മുമ്പൊക്കെ കാലങ്ങളിലൊക്കെ നമ്മൾ മുറ്റം രാവിലെ എണീറ്റ ഉടനെ അടിച്ചു തളിച്ച് മുറ്റം ചാണകം മെഴുകിയിട്ട് അവിടെ നമ്മൾ ചാണകവെള്ളമൊക്കെ തെളിച്ച് അങ്ങനെ വെച്ചാലാണ് അതിന് കോലമൊക്കെ ഇടും ചിലരൊക്കെ. പിന്നെ പൂക്കളം ഇടുന്നതും അതുപോലെ. അങ്ങനെ വെക്കുന്നത് മഹാലക്ഷ്മിയെ, ഐശ്വര്യ ദേവതയെയും ഭഗവാനെയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം അത് ഓണത്തിന് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ മുറ്റം അടിച്ച് വെള്ളമെങ്കിലും തളിച്ച് വെക്കണം. എന്തിനു വേണ്ടി? അത് ഐശ്വര്യം എന്നാലാണ് നമുക്ക് വരുന്നത്. പ്രകൃതിയിൽ ആ ഈശ്വരൻ എല്ലാവിടെയും ഉണ്ട്. അപ്പോൾ വൃത്തിയുള്ള സ്ഥലത്ത് കൂടെ ആയിരിക്കും മഹാലക്ഷ്മി വരിക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സന്ദർശിക്കാനായിട്ട് മഹാബലി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പം മഹാബലിയുടെ കഥ എന്താണെന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറയാം. മഹാബലിയുടെ കഥയൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. അദ്ദേഹം ദാനശീലനൊക്കെ ആയിരുന്നു. ദാനധർമ്മങ്ങൾ ഒരുപാട് ചെയ്ത തനിക്ക് വേണ്ടി അല്ലാതെ ജീവിച്ച ഒരു മഹാബലി. അദ്ദേഹത്തിന് പക്ഷേ നാശം സംഭവിച്ചു കൊടുക്കും. അതെന്തുകൊണ്ടാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. മഹാബലിയുടെ കഥ നമ്മൾ ഭാഗവതത്തിൽ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ രാജാവിനെ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതാണ്. അതായത് മഹാബലിയെ വാമനൻ ഭൂമിയുടെ അടിയിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നു. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതായത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, മഹാബലി നല്ലൊരു രാജാവായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ ഏകദേശം 3/4 ഭാഗത്തോളം എല്ലാവരും ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് താൻ ചെയ്യുന്നു എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായി. അത് മാറ്റാൻ വേണ്ടി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ എപ്പിസോഡിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, വിനയം വേണമെന്ന്. മഹാബലിക്ക് അത് മാത്രം ഉണ്ടായില്ല. എല്ലാം കൊടുക്കും, എല്ലാം ചെയ്യും, പക്ഷേ വിനയമില്ലായിരുന്നു. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു മഹാബലിക്ക് വിനയം പഠിപ്പിക്കണം. അപ്പം അങ്ങനെ ഈ വാമന അവതാരം കൂടിയാണ്. ഭഗവാൻ അവതാരിക്കുമല്ലോ നമ്മളെ പഠിപ്പിക്കാൻ അല്ലേ? നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ഭഗവാൻ വരുന്നത്. അപ്പം മഹാബലിക്ക് ഒരു ഉപദേശം കൊടുക്കാനും മഹാബലിക്ക് മോക്ഷം കൊടുക്കാനും കൂടിയാണ് വാമനൻ അവതരിച്ചത്. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഇന്നത്തെ ഗുജറാത്തിലെ ബറൂച്ച് പറഞ്ഞ സ്ഥലം, ബൃഹുകച്ചം എന്ന് പറയും, അവിടെയാണ് മഹാബലി തപസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ യാഗശാലയൊക്കെ അവിടെയാണ്. അപ്പം അദ്ദേഹത്തിന് ദേവേന്ദ്രൻ്റെ പദവി വേണമെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം തപസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ അർഹിക്കുന്നതിൽ കൂടുതലുള്ള പദവി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ ഈ മഹാബലി തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ പരീക്ഷിക്കണമെന്ന് ആര് വിചാരിച്ചു? ഈശ്വരൻ വിചാരിച്ചു. അങ്ങനെ ഈശ്വരൻ ഒരു വാമനൻ്റെ രൂപത്തിൽ, അതാണ് ചിങ്ങമാസത്തിൽ തിരുവോണം നാളിലാണ് വാമന രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. എന്നിട്ട് ഭഗവാൻ പോയി. അപ്പോൾ ഈ ദേവേന്ദ്രൻ്റെ
ദേവേന്ദ്രൻ ദേവന്മാരും അസുരന്മാരും ഉണ്ടല്ലോ. ദേവന്മാരുടെ ലോകമാണ് ദേവലോകം. അപ്പൊ അസുരന്മാരത് പിടിച്ചടക്കിയിരിക്കുകയാണ്. അത് മുമ്പ് തൊട്ടേ ഉള്ളതാണ്. ദേവാസുര യുദ്ധവും അതുപോലെ ദേവന്മാരും അസുരന്മാരും കൂടി ഈ എന്താ പറയുക, പാലാഴി കടഞ്ഞിട്ട് അമൃതം എടുത്ത കഥകളൊക്കെ നമുക്കറിയാം. എപ്പോഴും അവർ തമ്മിലൊരു വടംവലി നിലനിന്നുകൊണ്ടിരിക്കെ മഹാബലി അസുര രാജാവായിരുന്നു. അപ്പൊ ഈ അസുര രാജാവിന് ദേവലോകം നമുക്കുള്ളത് മാത്രമേ പാടുള്ളൂ, മറ്റുള്ളവരുടെ കൂടി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അപ്പൊ അസുരലോകം അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാബലിക്ക് ഇങ്ങനെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് അത് അറിവുണ്ടാക്കി കൊടുത്തതാണ് ഭഗവാൻ. അപ്പോൾ ദേവമാതാവായ അതിഥി പറഞ്ഞു, എൻ്റെ മക്കളുടെ സ്ഥലമാണ് എന്ത് ദേവലോകം, അത് അവർ പിടിച്ചെടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു ശരിയാക്കി തരാം. അങ്ങനെയാണ് മഹാവിഷ്ണു വാമനാവതാരം. അപ്പൊ അങ്ങനെയാണ് അതിഥി തപസ് ചെയ്യാണ്. അങ്ങനെ തപസ് ചെയ്തിട്ട് ഭഗവാനെ തപസ് ചെയ്തിട്ട് ഭഗവാൻ തന്നെ അതിഥിയുടെ വയറ്റില് വാമനനായിട്ട് അവതരിച്ചിട്ട് മഹാബലിയുടെ അടുത്ത് പോയി ചോദിച്ചു 3 അടി മണ്ണ് വേണമെന്ന്. അപ്പോൾ എല്ലാം ദാനധർമ്മം ചെയ്യുന്ന ആളാണ്. അപ്പൊ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ പരിഹസിച്ചു മഹാബലി. അതൊക്കെ പാടില്ല എന്ന് പറയണത്. നീ ഇത്രയൊക്കെ സ്ഥലം ഞാൻ തരികയാണ്, ഞാനാണോ കൊടുക്കുന്നത്? എനിക്കുണ്ടെങ്കിലല്ലേ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കില്ലാണ്ട് എനിക്ക് ഭഗവാൻ തന്നാലല്ലേ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് മഹാബലി മനസ്സിലാക്കുന്നില്ല. താൻ നേടിയെടുത്ത സ്ഥലം എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ കൊടുക്കണു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് 3 അടി മണ്ണ് മതിയോ? അതുകൊണ്ട് എന്താവാനാ? നീ കുറെ ചോദിക്കേ, നിനക്കൊന്നും ചോദിക്കാനും അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കും. അപ്പൊ പറഞ്ഞു, ഈ വാമനൻ പറഞ്ഞു, 3 അടി മണ്ണിൽ തൃപ്തിപ്പെടാത്തവൻ 3 ലോകങ്ങൾ കിട്ടിയാലും തൃപ്തിപ്പെടില്ല എന്ന്. അത് കേട്ടപ്പോ ആ മഹാബലിയുടെ ഗുരുവായ ശുക്രാചാര്യർക്ക് മനസ്സിലായി ഇത് വന്നത് വാമനനല്ല, ഇത് വേറെ ഏതോ ഈശ്വര ശക്തി എന്തോ ആണ്. അപ്പൊ ശുക്രാചാര്യർ പറഞ്ഞു, നീ ഒന്നും വാക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ ആദ്യമേ 3 അടി മണ്ണ് തരാന്ന് വാക്ക് കൊടുത്തു, ഇനി ഞാൻ വാക്ക് പാലിക്കില്ല എന്ന് മഹാബലി പറഞ്ഞു. മഹാബലി സത്യസന്ധനാണ്, വാക്ക് പാലിക്കുന്ന ആളാണ്, എല്ലാമാണ്. പക്ഷെ അഹങ്കാരമാണ് അയാളെ നാശത്തിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ പിന്നീട് വാമനൻ ചോദിക്കുകയാണ്, 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ അത് കൊടുത്തു. അങ്ങനെ 3 അടി മണ്ണ് വേണ്ടി പിന്നെ അളന്നപ്പോ 1 അടി കൊണ്ട് എല്ലാ ലോകങ്ങളും അളന്നു. 2 അടിയിൽ എല്ലാ ലോകങ്ങളും അളന്നു കഴിഞ്ഞു. പാതാളം സാധാരണ എല്ലാം അളന്നു കഴിഞ്ഞു. പിന്നെ പറഞ്ഞു 3-ാമത്തെ അടി എവിടെ വെക്കുക. അപ്പൊ മഹാബലിക്ക് മനസ്സിലായി. അങ്ങനെ വിനയം വന്നു, തൻ്റെ ശിരസിൽ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അഹങ്കാരം പോയിട്ട് മഹാബലി വിനയത്തോടുകൂടി തൻ്റെ ശിരസ് നമിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ ഭഗവാൻ പാദം വെച്ചുകൊണ്ട് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത്. മഹാബലിക്ക് അത്രയ്ക്ക് കഴിവുണ്ട മഹാബലിയെ ഈശ്വരന്റെ ലോകത്തിലേക്കാണ് കൊണ്ടുപോയത്. എവിടേക്കാണ് കൊണ്ടുപോയത്? മഹാബലിയെ തൻ്റെ അതായത് അദ്ദേഹത്തെ ഒരു പ്രത്യേക സ്ഥലത്ത്, പാതാളമല്ല, അതലം വിതലം സുതലം എന്ന് പറഞ്ഞ് നമ്മൾ 7 സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ സുതലം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥലം, സുതലം പറഞ്ഞാൽ നല്ല സ്ഥലം. അവിടേക്കാണ് മഹാബലിയെ കൊണ്ടുപോയി ഇരുത്തിയത്. അവിടെ അങ്ങനെ മഹാബലി ഇരിക്കുമ്പോൾ മഹാബലി പറഞ്ഞു, ഭഗവാൻ തൻ്റെ പ്രജകളെ കാണാനായിട്ട് ഒരു വർഷത്തിലൊരിക്കൽ ഇവിടെ വരും. അങ്ങനെയും ആവാം. പിന്നെ വാമനന്റെ അവതാരവുമായിട്ടും നമ്മൾ ഈ ഓണത്തെ നമ്മൾ ആഘോഷിക്കുന്നു. അപ്പൊ അങ്ങനെ ഓണത്തിന്റെ ആഘോഷങ്ങളുടെ കാര്യങ്ങൾ പിന്നെ നമുക്ക് കാർഷിക വിളകളെല്ലാം കിട്ടുന്ന ഒരു കാർഷിക ആഘോഷമായിട്ടും നമ്മൾ ഓണത്തെ കണക്കാക്കുന്നത്. എല്ലാ വിളകളും കിട്ടുന്ന ഒരു സമയമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് വിളകൾ കിട്ടിയാലും പ്രകൃതിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളത് ഭഗവാന് വേണ്ടി പൂജിക്കുന്നു. അപ്പോൾ ഓണത്തിന് നമ്മൾ അതാണ്, ഭഗവാന് വേണ്ടിയിട്ടാണ് എല്ലാം പൂജ ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയാലും നമ്മൾ ഭഗവാന് കൊടുത്തിട്ട് ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ. അപ്പോൾ അത് എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അഹങ്കാരത്തിൽ നിന്ന് നമ്മൾ ലാളിത്യത്തിലേക്ക് വരണമെന്നാണ് മഹാബലിയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ